ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഹസമരെ, നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനൂസിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അതായത് നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ധ്യാനൂസിന് വേണ്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ധ്യാനൂസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത് കണ്ടെത്തണം. അതാണ് ഇന്നത്തെ നമ്മളെ ധ്യാനൂസിന് കൊടുക്കുന്ന ടാസ്കും ആൻഡ് വീഡിയോ. അല്ലേ ധ്യാനൂസേ? കണ്ടെത്തില്ലേ? അപ്പോൾ ധ്യാനൂസ് വിചാരിക്കുമ്പോൾ സൂപ്പർ സാധനം കേട്ടാ, അടിപൊളി സാധനം. ധ്യാനൂസിന് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ നേരെ ഇനി നമ്മളെ റൂമിൻ്റെ ഉള്ളിലേക്ക് ധ്യാനൂസിനെ കൊണ്ടുപോകുന്നതാണ്. എന്നിട്ട് ധ്യാനൂസ് ഇപ്പൊ വേണ്ട സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ട് ധ്യാനൂസിന് പപ്പക്ക് ഉപ്പ നന്നായി. ഓക്കെ. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ധ്യാനൂസിനെ നമ്മളെ റൂമിൻ്റെ പുറത്ത് ഡോറിന് പുറത്ത് വെച്ചിട്ട് നമ്മൾ റെഡി 1 2 3 ഗോ എന്ന് പറയുമ്പോൾ ധ്യാനൂസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റൂമിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ നമ്മളെ സർപ്രൈസ് ഗിഫ്റ്റ് കണ്ടെത്തും. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ധ്യാനൂസിന് കൊടുക്കുന്ന ടാസ്ക് കേട്ടോ. എൻ്റെ മുടിയൊക്കെ ധ്യാനൂസ് കൊളാക്കി. അപ്പോൾ ധ്യാനൂസേ, എങ്ങനെയാ പോവാം? തുടങ്ങാം. അതെന്താ എന്താ ധ്യാനൂസ് ഡള്ളായിട്ടിരിക്കുന്നത് അറിയാം? ധ്യാനൂസ് തിരിഞ്ഞിട്ടില്ല എന്താണ് നമ്മൾ എന്താന്നുള്ളത് ധ്യാനൂസ് തിരിഞ്ഞിട്ടില്ല. അത് കണ്ടാലാണ് അവന് ഞെട്ടുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് നേരെ എന്താക്കാം, വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, നമ്മളിതാ വാതിലിന്റെ നമ്മളെ റൂമിന്റെ ഡോറ് അടച്ചു വെച്ചിട്ടാണ് ഉള്ളത്. എന്നിട്ട് ധ്യാനൂസ് ഡോറ് തുറന്നിട്ട് നമ്മൾ അകത്തേക്ക് പോകും. പക്ഷേ ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് റെഡി 1 2 3 പറയണല്ലേ? പറയട്ടെ. റെഡി 1 2 3 ഗോ ആൻഡ് സെർച്ച്. ധ്യാനൂസ് ഇതാ നമ്മൾ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ധ്യാനൂസ് എല്ലാ സ്ഥലത്തും സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടാ. അവിടെ ഉണ്ടോ? അല്ല, അതല്ല. ഓ, അവിടെ ചെറിയ കുഞ്ഞു മേശ പരിശോധിക്കുന്നുണ്ട്. അതിനുള്ളിലുണ്ടോ എന്തേലും? ഒന്നുമില്ല. എന്നാ അടുത്ത സ്ഥലം പരിശോധിച്ചോ? നമ്മൾ ഈ റൂമിൽ മാത്രം നോക്കിയാൽ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ കളിയിൽ ചതി കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഇതിന്റെ അളുമാരിന്റെ മേലുണ്ട്, അതിന്റെ മേലൊന്നും നമ്മൾ വെക്കൂല. ധ്യാനൂസിന്റെ ഹൈറ്റിൽ എത്രയുള്ള മാത്രമേ വെക്കുള്ളൂ കേട്ടാ. ഇതിന്റെ മേലൊന്നും വെക്കൂല. ഇതിന്റെ അടുത്ത് ധ്യാനൂസിന്റെ ഹൈ കൊണ്ട് എത്തുന്ന അത്ര ഹൈറ്റിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം അവന് എടുക്കാൻ പറ്റണ്ടേ, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചേട്ടാ. അവിടെ കബോർഡ് തുറന്നു നോക്കുന്നുണ്ടേ, അതിൻ്റെ ഉള്ളിലില്ല. മേശ തുറന്നു നോക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒന്നും കണ്ടോ എത്തിച്ചിട്ട്? ഉണ്ടോ? ഇല്ല. എന്നാ വേറെ സ്ഥലത്ത് നോക്ക്. എവിടെയാ? നോക്കി നോക്ക്, ഡാൻസ് നോക്കി നോക്ക്. പൊളിച്ചു നോക്ക്. അതിലൊന്നുമില്ല. ആ മേശ തുറന്നു നോക്ക്, അടിയിലത്തെ. അത് ആ പൂട്ടിയിട്ടില്ല, അത് ഇല്ല, പൂട്ടിയില്ലൊന്നും ഉണ്ടാവില്ല. അടി തുറന്നു നോക്ക്. എന്നെ കാണുന്നുണ്ടോ? ഉണ്ടോ? ചട്ടിയിലുള്ള ആരും വെക്കൂല. പിന്നീടല്ലേ? ഇല്ല, ഉണ്ട്. നമ്മളെ റൂമിലുണ്ട്. പപ്പ കള്ളം പറയൂല. എവിടെയല്ല, ധ്യാനൂസല്ല പറഞ്ഞ കണ്ടെത്തുന്നേ. നല്ലോണം നോക്ക്. ഇല്ല. ഒന്നുകൂടി നോക്കിയാൽ കിട്ടും ധ്യാനൂസ്, നല്ലോണം നോക്കിയാൽ. പാവട്ടോ ധ്യാനൂസ് ടെൻഷനായി. കാരണം അവനെ പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാന്ന് വിചാരിച്ചിട്ട് തപ്പി നടന്നാട്ടോ. പക്ഷേ എങ്കിൽ എന്തില്ല, കാണുന്നില്ല. എന്താ സംഭവം അറിയാ? ധ്യാനൂസിന്റെ ഇങ്ങോട്ട് കയറിക്കേ. ധ്യാനൂസിന്റെ ഒരു ഗിഫ്റ്റ് നമ്മൾ ഈ റൂമിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ധ്യാനൂസ് കുറെ നേരമായി ഈ റൂം തപ്പി നടക്കുന്നത്. പക്ഷെ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ധ്യാനൂസ് ഇതിന്റെ സാധനം ഓന്റെ ഹൈറ്റിൽ എത്തുന്ന സാധനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര നേരമായിട്ട് അവൻ തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. കുറെ നേരമായി തപ്പുന്നു.
വേഗം നോക്ക്, എന്നാലേ കാണൂല. എല്ലാ സ്ഥലത്തും പോയി അങ്ങനെ നോക്കല്ല, അതിന്റെ അടിയിലെല്ലാം നോക്കി നോക്ക്. എന്താ കിട്ടിയാ? അങ്ങനെ ഇതാ ധ്യാനൂസ് ഒടുവിൽ നമ്മൾ സമ്മാനം കണ്ടെത്തിയിരിക്കുകയാണ് ഗായ്സ്. വലിക്ക്, ആ വലിക്ക്, പുറത്തെടുക്ക്, അപ്പൊ കാണാ. ഇപ്പുറം നോക്ക്, അതിന്റെ ഇപ്പുറം നോക്ക്. ധ്യാനൂസ് ഇപ്പ കണ്ടേട്ടാ. കാണിച്ചെടുത്ത എല്ലാവർക്കും, കാണിച്ചെടുത്ത. എന്നിട്ടേക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടായാ? അപ്പൊ ഗായ്സ് ധ്യാനൂസ് ഇതാ കിട്ടിയിരിക്കുന്ന കേട്ടാ. നമുക്കിത് അൺബോക്സ് ചെയ്യണല്ലേ? ഇപ്പൊ ഒന്ന് ക്യാമറ പിടിക്കാം, ഞാനൊന്ന് അൺബോക്സ് ചെയ്യട്ടെ. ഞാനിട്ടാ കാണിച്ചു തരാം. അവിടെ എവിടെയാ വിളിക്കണ്ടേ? എവിടെയാ വിളിക്കണ്ടേ? നമുക്ക് പുറത്തുനിന്ന് വിളിച്ചാലോ? അവിടുന്ന് പുറത്തുനിന്ന് വിളിക്കാം. അവിടെ ഓക്കെ, നമ്മൾ പുറത്ത് വിളിക്കുന്ന കേട്ടോ. നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ വലിയ വെളിച്ചില്ലാത്തതുകൊണ്ട് നേരെ പുറത്തേക്ക് എടുത്ത് വന്നു കേട്ടോ. അപ്പോൾ ഇത് വ്യക്തമായിട്ട് കാണുന്ന ഒരു മിനിറ്റേ, അപ്പോൾ വ്യക്തമായിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഇതാട്ടോ സാധനം. ധ്യാനൂസ് കുറേ കാലമായിട്ട് പറഞ്ഞുകൊടുക്കുന്നതാണ് ഡോറ് തുറക്കുന്ന ഒരു റിമോട്ട് കാർ കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. തുറക്കട്ടെ. ധ്യാനൂസിന് പൊളിക്കാൻ പറ്റാത്തതുകൊണ്ട് അൺബോക്സിങ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അമ്മച്ചി അമ്മച്ചി നമ്മള് കാറ് പുറത്തെടുത്തട്ടാ. ഇനിയിപ്പോ അടുത്ത റിമോട്ടാണ്. റിമോട്ട് ഇതാ പുറത്ത് എടുക്കാൻ പോവാണ് ഗായ്സ്. ഇങ്ങനെ റിമോട്ട് പുറത്തെടുത്ത്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇതില് ബാറ്ററി ഉണ്ട് കേട്ടാ. ഇതിലും ബാറ്ററി ഉണ്ടോ, പിന്നെ ഇതാ കാറിൻ്റെ അതും ബാറ്ററി ഉണ്ട് കേട്ടോ. ഇത് ബാറ്ററി നമ്മൾ വാങ്ങിയിട്ടില്ല. ബാറ്ററി വാങ്ങിയിട്ട് നമുക്ക് ഓടിക്കാം അല്ലേ? ഞാൻ രണ്ടൊന്നും എടുത്താ. ചാർജ് കുത്തണ്ട. നമുക്ക് എന്ത് ചെയ്യണം, ബാറ്ററി വാങ്ങിയിട്ട് നമുക്ക് ഇപ്പം അമ്മേനെ നമ്മൾ പുറത്ത് കൊണ്ടുവിടില്ലേ, അതായത് നമുക്ക് ബാറ്ററി വാങ്ങാം, ഓടിക്കാം. സസ്പെൻസ് ഇഷ്ടായ? സസ്പെൻസ് ഇഷ്ടായി? സൂപ്പറായി. അപ്പൊ ഗായ്സ് നമ്മളെ ഇന്നത്തെ ഒരു ധ്യാനൂസിന്റെ സസ്പെൻസിങ് വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ. കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ അല്ലേ? ബൈ ബൈ.